നമസ്തേ. മാസഫലത്തിലേക്ക് സ്വാഗതം. മാസഫലം ചിന്തിക്കുമ്പോൾ പ്രേക്ഷകർ അവരവരുടെ ജാതകത്തിൻ്റെ അവസ്ഥയും കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരാൾ ജനിച്ച സമയത്ത് അയാളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലങ്ങളനുസരിച്ചാണ് മാസഫലത്തിലുള്ള ഫലങ്ങൾ പറയുമ്പോഴും തീർച്ചയായിട്ടും അതിൻ്റെ അനുഭവങ്ങൾ ഏറിയും കുറഞ്ഞും ഇരിക്കുന്നത്. രണ്ടാമതായി ഒരാളുടെ ജാതകത്തിലെ ദശയും അപഹാരവും ഒക്കെ അനുസരിച്ചാണ് ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാളുടെ ജീവിതത്തിൽ മാസഫലങ്ങൾ പറയുമ്പോൾ ധനകാര്യമായാലും തൊഴിലിൻ്റെ കാര്യമായാലും അതേപോലെ തന്നെ ഭാഗ്യത്തിൻ്റെ അവസ്ഥ പറഞ്ഞാലും ആ പറയുന്നത് സൂചനകളാണ്. ആ സൂചനകൾക്ക് അനുസരിച്ച് ഒരാൾക്ക് അവരവരുടെ ഹാർഡ് വർക്കുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എങ്കിൽ ആ കാര്യത്തിലേക്കുള്ള ശ്രദ്ധ ഊന്നി മുന്നോട്ട് പോകാൻ കഴിയുമെന്നെങ്കിൽ അവയ്ക്കുള്ള നേട്ടമുണ്ടാകുമെന്നും, അതല്ല അവയ്ക്കൊക്കെ അല്പം മോശാവസ്ഥയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്നും പരിശ്രമിക്കണമെന്നും ആണ് അതിൻ്റെ അർത്ഥം. ഇതെല്ലാം കയ്യും കെട്ടി നോക്കിയിരുന്നാൽ കിട്ടും എന്ന് അർത്ഥമില്ല. അപ്പോൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് വേണം മാസഫലം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ ഏറെ സാധ്യതയുള്ളവരാണ്. ആ നടക്കാൻ സാധ്യതയുള്ളതിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമം കൂടുതൽ വേണം. അഥവാ മോശപ്പെട്ട കാര്യങ്ങളാണ് അനുഭവവേദ്യമാവുന്നത്. ഇപ്പോൾ കുറച്ച് രോഗാവസ്ഥയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ അവയ്ക്കൊരു ശ്രദ്ധ കൊടുക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ തീർച്ചയായിട്ടും അതിലെ മാസഫല വിഷയത്തിലേക്ക് പോവാം. ആദ്യമായിട്ട് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിന് ഈ മാസത്തിൽ ധനപരമായിട്ടുള്ള വളരെ പ്രയോജനമുള്ള അവസ്ഥയുണ്ട്. കുടുംബപരമായിട്ടുള്ള സ്വസ്ഥത കിട്ടാൻ വളരെ സാധ്യതയുള്ള സമയം കൂടിയാണ്. തൊഴിലിന് നേട്ടമുണ്ടാകും. അതുകൂടാതെ വാഹനം, ഗ്രഹം ഇവയൊക്കെ വാങ്ങിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതോ അവയൊക്കെ മോടി പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതോ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അതിന് നല്ലൊരു മാറ്റങ്ങൾ അല്ല കിട്ടാനുള്ള സാധ്യതയോ, ഗ്രഹം മോടി പിടിപ്പിക്കാനുള്ള സാധ്യതയോ, വാങ്ങിക്കാനുള്ള എഗ്രിമെൻ്റ് എഴുതാനുള്ള സാധ്യതയോ, ഇത് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഗ്രഹങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയോ ഒക്കെ ഇതിനകത്തുണ്ട്. വാഹനങ്ങളുടെ കാര്യങ്ങളായാലും ശരി തന്നെ, പുതിയതും പഴയതുമായിട്ടുള്ള വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് മനസ്സിനിണങ്ങിയ തരത്തിൽ കിട്ടാനുള്ള സാധ്യതയുള്ള മാസമാണിത്. അതുകൂടാതെ മൊത്തത്തിൽ അവരുടെ ഭാഗ്യം അനുകൂലമായിരിക്കുന്നൊരു സമയമാണെന്ന് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവാഹ കാര്യത്തിൽ ഇറങ്ങുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല ആലോചനകൾ വരാനുള്ള സാധ്യത, ഉറയ്ക്കണമെന്ന് നിർബന്ധമല്ല, വരാനുള്ള സാധ്യത. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിവാഹ കാര്യത്തിലേക്ക് എത്തപ്പെടാം. ഇത് അവരുടെ ജാതകത്തിലേയും കൂടെ ആശ്രയിച്ച് നടക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലവുമല്ല. രോഗപീഠകൾ, പലതരത്തിലുള്ള രോഗപീഠകളുടെ സാന്നിധ്യം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അതിനൊന്ന് ശ്രദ്ധ വേണം. കുട്ടികളായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പഠനത്തിൽ ആരായാലും അവരും കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. കാരണം പലതരത്തിൽ ഉള്ള അതിനെ പഠനത്തിലേക്ക് പുറകോട്ട് വലിക്കാനുള്ള സാധ്യതകൾ ഉള്ള സമയമാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉള്ളത്. അടുത്തതായി ഭരണി നക്ഷത്രം.
ഭരണി നക്ഷത്രക്കാർക്ക് വിവാഹ വിഷയങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിന് മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതിനുള്ള കാലഘട്ടമായവരാണെങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്രഹവും വാഹന കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്ക്. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് മാറിക്കിട്ടും. കുടുംബത്തിൽ കുറച്ച് സ്വസ്ഥതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ തൊഴിൽപരമായിട്ടുള്ള അല്പസ്വല്പം മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. കാരണം ഇതിനു മുമ്പുള്ള കുറച്ച് സമയത്ത് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരുണ്ട്. അതാണ് അങ്ങനെയും കൂടെ സൂചിപ്പിച്ചത്. പിന്നെ പൊതുവേ ഭാഗ്യം അനുകൂലമാണ് എങ്കിൽ തന്നെയും പഠനകാര്യങ്ങൾക്കുള്ളവർക്ക്, പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ശ്രദ്ധ വളരെ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥ, രോഗവിഷയങ്ങളുള്ളവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഉണ്ടാവാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഭരണി നക്ഷത്രക്കാർ. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള ക്ലേശങ്ങൾ മുൻപേ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടും. കുറച്ച് ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് പോകും. വാഹനത്തിൻ്റെയും ഗൃഹനിർമ്മാണത്തിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അവർക്ക് ആവശ്യപ്പെടുന്ന, താല്പര്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വാഹനത്തിൻ്റെ കാര്യത്തിലായാലോ ഗൃഹനിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലോ മുമ്പ് കുറച്ച് ലാഗൊക്കെ വന്നവർക്ക് അതിൽ നിന്ന് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ക്ലേശകരമായിട്ടുള്ള രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരുന്നവർക്ക് അതിൽ നിന്നും കുറച്ച് മുക്തി വരും, മാറ്റം ഉണ്ടാവും. രോഗത്തിന് ചികിത്സ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് കുറച്ച് ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് വരും. വിവാഹാദി കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും അത് നടക്കാനുള്ള സാധ്യതയിലേക്ക്, വിവാഹ കാര്യങ്ങൾക്ക് നടക്കാനുള്ള സാധ്യതയിലേക്കുള്ള മാർഗങ്ങൾ തെളിയും. ഇവരും പഠനകാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാർത്തിക നക്ഷത്രങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഉള്ള സമയമാണ്. പ്രധാനമായിട്ടും കുടുംബ കാര്യത്തിൽ അല്പസ്വല്പം ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ സ്വരച്ചേർച്ച കുറവോ ഒക്കെ അനുഭവിക്കാനുള്ള സാധ്യത കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട്. ധനപരമായിട്ടുള്ള ക്ലേശങ്ങളും ഇടയ്ക്ക് ഉണ്ടാകും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇവയൊക്കെ തന്നെയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഈ മാസത്തെ ഫലങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെയാണ്. അവരൊന്ന് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അടുത്തതായിട്ട് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റം പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്ന കാലഘട്ടമാണിത്. അതിന് ശ്രമിക്കുന്നവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട്, തെളിയും. അതിന് മറ്റുള്ള ധനപരമായിട്ടുള്ള ക്ലേശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് ഒഴിഞ്ഞു കിട്ടി ധനം അതിലേക്ക് ചെലവഴിക്കാനുള്ള ഫണ്ട് വന്നു ചേരും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നും കുറച്ച് മുക്തി ഉള്ള സമയമായിരിക്കും. വിവാഹ കാര്യങ്ങൾക്ക് ശ്രമിച്ചവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. കുടുംബത്തിൽ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യതയും ധനപരമായിട്ടുള്ള കുറച്ച് ക്ലേശങ്ങൾ, അതായത് വീട് പണിയൊക്കെ ഏർപ്പെട്ടിരുന്ന ക്ലേശങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമെന്നറിയാം. എന്നാൽ തന്നെയും ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ നമ്മൾ ചിലവ് ചുരുക്കി മുന്നോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക്. പഠനകാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധ വേണം. ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. അടുത്തതായി മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രത്തിൻ്റെ വിവാഹാദി കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്
അനുകൂലമായിട്ടുള്ള സമയമാണ്. പഠിച്ചതെല്ലാം ഓർമ്മയിൽ വരാനും അത് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയും തെളിയും. അതായത് ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മകയിരം നക്ഷത്രക്കാർ പഠന വിഷയത്തിൽ. തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുകയും സ്വസ്ഥമായിട്ടുള്ള കുടുംബജീവിതത്തിലേക്ക് പോകാനുള്ള സാധ്യത വരും. മുൻപ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആ കുടുംബജീവിതത്തിന് സ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ അല്പം ഒഴിഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയും. ഇവർ ശ്രദ്ധിക്കേണ്ടത്, വാഹനം വാങ്ങിക്കാൻ ഇറങ്ങുന്നവർ ഈ മാസം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. അതല്പം ഒന്ന് മാറ്റി വയ്ക്കുന്നത് കൂടി നന്നായിരിക്കും. അഥവാ എടുക്കേണ്ട അവസ്ഥകളുണ്ടെങ്കിൽ അവിടെ ഒരു ഈശ്വരാധീനം നല്ലപോലെ ഉണ്ടാക്കിക്കൊണ്ട് വേണം എടുക്കാനും പുതിയ വാഹനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനും. പിന്നെ വാഹനങ്ങളുടെ റിപ്പയർ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളോ അത്യാവശ്യമായ റിപ്പയർ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അതല്ല മറ്റുള്ള വർക്കുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസം അധിക ചിലവ് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അത് ചിലപ്പോൾ നിർത്തിവെക്കേണ്ടതായിട്ടുള്ള അവസ്ഥയോ അധിക ചിലവ് വരുന്ന സമയമോ ആണത്. ഗൃഹം പുതിയതായിട്ട് വാങ്ങിക്കാൻ അനുകൂലമല്ല, വാഹനം പുതിയതായിട്ട് വാങ്ങിക്കാൻ അനുകൂലമായിട്ടുള്ളൊരവസ്ഥയല്ല. അവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. രോഗങ്ങളുടെ കാര്യത്തിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ള സമയമാണ് മകയിരം നക്ഷത്രക്കാർക്ക്. അപ്പോൾ രോഗകാര്യങ്ങൾ വരികയാണെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവം തന്നെ കൈകാര്യം ചെയ്യണം. അടുത്തതായിട്ട് തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ ഭാഗ്യം അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. സ്വസ്ഥമായിട്ടുള്ള കുടുംബജീവിതത്തിൻ്റെ സാധ്യത തെളിഞ്ഞു വരും. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ കുറച്ച് മാറിക്കിട്ടാനുള്ള സമയമാണ്. ഇതുവരെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെന്നവർക്ക് അത് മാറിക്കിട്ടാനുള്ള സമയം വരും. പുതിയ തൊഴിലിലേക്ക് തൊഴിൽ കിട്ടാനായിട്ടുള്ള താല്പര്യമുള്ളവർക്ക്, അതിലേക്ക് ഇറങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും പുതിയ തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. പഠനകാര്യങ്ങൾ മികവ് പുലർത്തും. തീർച്ചയായിട്ടും തിരുവാതിര നക്ഷത്രക്കാർക്ക് പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിലുള്ള മികവും നേട്ടവും ഒക്കെ ഉണ്ടാകും. ഭാഗ്യം തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ളതെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അത് തന്നെയാണ് അവസ്ഥ. വിവാഹ കാര്യങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, വിവാഹ കാര്യങ്ങൾ താല്പര്യപ്പെടുന്നവർക്ക് അതിലുള്ള സാധ്യതയും തെളിഞ്ഞു വരും. രോഗാദി കാര്യങ്ങളിൽ തിരുവാതിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. രോഗക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ പുതിയ വാഹനങ്ങൾക്ക് എടുക്കാൻ സാധ്യതയുള്ളവരോ അതിലേക്ക് ഗൃഹനിർമ്മാണത്തിലേക്ക് ഇറങ്ങുന്നവർക്കൊക്കെ അതെടുത്ത് പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള സമയം അല്ല ഇപ്പോൾ. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിന് സ്വസ്ഥത മുമ്പ് കുറച്ച് കുറഞ്ഞിരുന്നവർക്ക് പതുക്കെ തീർച്ചയായിട്ടും സ്വസ്ഥതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള ക്ലേശങ്ങളായിരുന്നു ഇതിലേക്ക് കൂടുതൽ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതിൽ നിന്നും മുക്തി നേടി ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി തേടി കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കും കൂടി കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടാകും. പുതുതായിട്ട് തൊഴിൽ അന്വേഷിച്ചവർക്ക് അത് കിട്ടാനുള്ള യോഗമുള്ള സമയമാണ്. മാക്സിമം അത് പുണർദം നക്ഷത്രക്കാർ പ്രയോജനപ്പെടുത്തുക. പഠനകാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കുന്ന ഏത് തരത്തിലുള്ള ആൾക്കാരായിരുന്നാലും പുണർദം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമുണ്ട്. ഈ അനുകൂലമായിട്ടുള്ള സമയവും പ്രയോജനപ്പെടുത്തുക. പൊതുവെ ഭാഗ്യം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് ചില വിഷയങ്ങൾക്കൊഴിച്ച്. ആ ചില വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള ഗൃഹനിർമ്മാണ കാര്യങ്ങൾക്ക് ലാഗ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ രോഗാദി കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വിവാഹ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് ഇറങ്ങുന്നവർക്ക് അതിന് തടസ്സമില്ലാതെ നല്ല രീതിയിലുള്ള ആലോചനകൾ വന്ന് ഉറയ്ക്കാനുള്ള സാധ്യതയും പുണർദം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ അനുഭവപ്പെടും. പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാരിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവർക്ക് തീർച്ചയായിട്ടും ഒരാശ്വാസം കിട്ടുന്ന സമയമാണ് ഇനി ഉള്ളത്.
കൂടാതെ കുടുംബജീവിതത്തിൽ സ്വസ്ഥത കുറവുണ്ടായിരുന്നവരുണ്ടായിരുന്നു, അവർക്കും കുറച്ച് ആശ്വാസകരമായിട്ടുള്ള അവസ്ഥയുണ്ടാവും. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഒഴിഞ്ഞു നിൽക്കും. ധനപരമായിട്ടുള്ള മേന്മകൾ ഉണ്ടാകുന്ന സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക്. പക്ഷേ തൊഴിൽ അന്വേഷകർക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള സമയമല്ല. പുതുതായിട്ട് അന്വേഷിക്കുന്നവർക്ക് ഓരോ തൊഴിലും വന്നു ചേർന്ന് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറഞ്ഞു വരും. അതുകൂടാതെ നല്ല തൊഴിലുകളും കിട്ടാനുള്ള സാധ്യതയിലും അനുകൂലമായിട്ടുള്ള സമയമല്ല. തൊഴിലന്വേഷകർക്ക് കുറച്ച് വൈഷമ്യങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. പക്ഷേ ആ വൈഷമ്യങ്ങളുമായിട്ട് ഇരിക്കാതെ നമ്മുടെ അന്വേഷണം തുറന്നുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും അടുത്ത മാസങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള സമയങ്ങൾ വരുന്നുണ്ട്. ആ സമയങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. നിരാശരായിട്ടിരിക്കാനുള്ള സാധ്യത ഉണ്ടാവരുത്. പഠന കാര്യങ്ങൾക്കുള്ളവർക്ക് പകുതി അനുകൂലമായിട്ടുള്ള സമയമാണ്, പകുതി പ്രതികൂലമായിട്ടുള്ള സമയമാണ്. അവരും കുറച്ചും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക, അപ്പോൾ നേട്ടം ഉണ്ടാകും പഠന കാര്യങ്ങൾക്കുള്ളവർ. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സമയമാണ്. പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള സമയമല്ല. സ്ട്രഗിൾ ചെയ്യേണ്ട സമയമാണ് ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അത് അന്വേഷിക്കുന്നവർക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ട ഗ്രഹങ്ങൾ വാങ്ങിക്കാനുള്ളവർക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടത് വന്നു ചേരാനുള്ള സാധ്യത കുറവാണ്. വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മനസ്സിന് പൂർണ്ണമായിട്ടും തൃപ്തികരമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ മാത്രമേ എടുക്കാവൂ. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ അനുകൂലമായെന്ന് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും തൃപ്തികരമായിട്ട് പിന്നെ ഫ്യൂച്ചറിൽ വരാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രോഗാധികാരികൾക്കുള്ളവർക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടായിട്ടുണ്ടാവും. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യത കുറവാണ്. അതിൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക്, ഏതെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് ഒത്തുപോകാനായിട്ട് ബുദ്ധിമുട്ടുകൾ, അതായത് ശരിയായ കമ്മ്യൂണിക്കേഷനകത്ത് വരാനുള്ള സാധ്യത പൂയം നക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ ഇടയുള്ള മാസമാണ്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബസൗഖ്യവും ധനപരമായ ക്ലേശങ്ങളിൽ നിന്നുള്ള ഒഴികലും തീർച്ചയായിട്ടും ഉണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് പകുതി അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻ മാത്രമേ പ്രതീക്ഷിക്കാവൂ. കിട്ടും കിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാവും എന്നർത്ഥം. പിന്നെ പഠനകാര്യങ്ങൾ വളരെ മികവ് പുലർത്തുന്നവർ പോലും ചിലപ്പോൾ ഒന്ന് ബാക്കിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. ഗൃഹം, വാഹനം ഇവയൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയത് കിട്ടാനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. രോഗങ്ങളിൽ ഉഴറി നിന്നവർക്ക് കുറച്ചൊക്കെ ആശ്വാസം വരാനുള്ള സാധ്യത വരികയോ ശരിയായ രീതിയിൽ ചികിത്സിക്കുന്നവരെ കണ്ടെത്താനുള്ള സാധ്യത ഉണ്ടാവുകയോ ചെയ്യും. വിവാഹാദി കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള സ്ഥിതിയല്ല. അതിലും കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒത്തിണങ്ങിയത് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ആയില്യം നക്ഷത്രക്കാർ. അടുത്തതായിട്ട് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാർക്ക് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ്. തീർച്ചയായിട്ടും നല്ല തൊഴിലുകൾ കിട്ടാനുള്ള സാധ്യത, അവരുടെ ജാതകത്തിലും കൂടി അനുകൂല സ്ഥിതി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല വ്യക്തമായിട്ടുള്ള ചികിത്സകൾ കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള സ്ഥിതിയല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ഭാഗ്യാവസ്ഥ പൂർണ്ണമായിട്ട് അനുകൂലമല്ല എന്നർത്ഥം. ഭാഗ്യം തട്ടിത്തെറിപ്പിച്ച് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് മകം നക്ഷത്രക്കാർക്കിപ്പോൾ. കയ്യിൽ കിട്ടാൻ എത്തുമെന്ന് തോന്നുന്നത് അവസാന നിമിഷം നഷ്ടപ്പെടുമെന്നർത്ഥം.
പുതുതായിട്ട് ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ കുറച്ച് ധനനഷ്ടങ്ങൾ വരികയോ ക്ലേശങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പഠന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കുടുംബ ജീവിതത്തിൽ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ, അതായത് സ്വസ്ഥതക്കുറവോ മനപ്പൊരുത്തം ഇല്ലായ്മയോ അനുഭവിക്കാനുള്ള മാസങ്ങളാണിത്. അതും കൂടി ഒന്ന് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അടുത്തതായിട്ട് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർക്ക് രോഗങ്ങളിൽ നിന്നുള്ള മുക്തിക്ക് സാധ്യതയുള്ള സമയം തന്നെയാണ്. കൂടാതെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ തൊഴിലുള്ള നേട്ടങ്ങളുണ്ടാകും, പുരോഗമനം ഉണ്ടാകും. അന്വേഷകർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ടാകും. ഇതുകൂടാതെ വർഷഫലം പറയുന്ന സമയത്ത് പൂരനക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ കുറച്ച് ക്ലേശങ്ങൾ കൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നവർ തിരിച്ചു താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ടാവും. ഭാഗ്യം പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള അവസ്ഥയല്ല പൂരം നക്ഷത്രക്കാർക്ക്. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് അതിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് വരുന്നത്. മനസ്സിന് ഇഷ്ടപ്പെടുന്നതും കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരും. അവയും ശ്രദ്ധിക്കുക. വാഹനങ്ങളുടെ കാര്യമായിരുന്നാലും അങ്ങനെ തന്നെ. വാഹനങ്ങൾ പുതുതായിട്ട് എടുക്കുകയോ ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെടുത്തുന്നവർക്ക് ആ കാര്യത്തിലൊരു ലാഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതക്കുറവ് തീർച്ചയായിട്ടും ഇവർ അനുഭവിക്കും. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണെന്നർത്ഥം. ആ കാര്യങ്ങളെല്ലാം പൂരം നക്ഷത്രക്കാരും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അടുത്തതായിട്ട് ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് രോഗാദി ദുരിതങ്ങളുള്ള മോചനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുണ്ടാവും. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പകുതി സൗഖ്യമെന്ന് പറയാൻ പറ്റുള്ളൂ, പകുതി പ്രശ്നമാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ധനം വരവ് കിട്ടാൻ സാധ്യത കുറഞ്ഞിരിക്കും. ബാക്കി ഉത്രം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല ഇത്. തൊഴിലന്വേഷകർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കും. പഠനകാര്യങ്ങൾ മികവ് പുലർത്തിയെന്ന് തീരെ താഴോട്ട ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് അവരുടെ കുഴപ്പമല്ല, ഇപ്പോഴത്തെ പ്ലാനറ്റ് പൊസിഷൻ അനുസരിച്ചുള്ള പ്രശ്നമാണ്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നർത്ഥം. അതായത് കുട്ടികളൊക്കെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പ്ലാനറ്റ് പൊസിഷൻ അങ്ങനെയാണ്. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള അവസ്ഥ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെന്നർത്ഥം. അതുകൂടാതെ വാഹനങ്ങൾ വാങ്ങിക്കാനോ ഇറങ്ങിത്തിരിക്കേണ്ട, ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും നല്ലത്. പുതിയ ഗൃഹനിർമ്മാണത്തിനോ ഇരിക്കുന്നവർക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് നിർത്തിവെക്കാനുള്ള സാധ്യത വരെ ഉണ്ട്. പുതിയ ഗൃഹം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് നല്ല ഗ്രഹം കിട്ടണമെന്ന് നിർബന്ധമില്ല. കൂടാതെ ഭാഗ്യാവസ്ഥ വളരെ മോശമായിട്ടുള്ള ഭാഗ്യാവസ്ഥയാണ്. ആ അവസ്ഥയെ കൂടി കടന്നു പോകാനുള്ള മാസമാണത്. വിവാഹ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയം കൂടിയാണ്. തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അടുത്തതായിട്ട് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും കുടുംബജീവിതത്തിൽ അല്പസ്വല്പം ബുദ്ധിമുട്ടുകളും കുറച്ച് നേട്ടങ്ങളും പകുതി എന്ന് തന്നെ പറയാൻ പറ്റും. ആ രീതിയിലെ അവസ്ഥ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും കുറച്ച്, കാരണം വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള ധനം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അത്തരം നക്ഷത്രക്കാർക്ക്. അതൊന്ന് ശ്രദ്ധിക്കണം. പുതിയ തൊഴിൽ അന്വേഷകർക്ക് ഈ പകുതി ചാൻസുകളേ ഉള്ളൂ. അവയും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. തൊഴിൽ പുരോഗതി ഈ മാസം പ്രതീക്ഷിക്കരുത് ഉള്ളതായിട്ട്. പഠനകാര്യങ്ങൾക്കും അതുപോലെ തന്നെ
പകുതി ചാൻസ്, അതായത് ബുദ്ധിമുട്ടാണ്. ശ്രദ്ധ കൊടുക്കണം, കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഭാഗ്യാവസ്ഥ വളരെ മോശമായിട്ടുള്ള ഭാഗ്യാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക്. വിവാഹ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്കും അതിനുള്ള സാധ്യതകൾ കുറച്ച് മങ്ങുന്ന സമയമാണ്. അവയും ഈ അത്തം നക്ഷത്രക്കാർ വളരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. അടുത്തതായിട്ട് ചിത്ര നക്ഷത്രം. ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പക്ഷെ ഭാഗ്യം അനുകൂലമല്ല, അത് വഴിയെ പറയാം. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ കുറച്ച് ഒഴിഞ്ഞിരിക്കും. മുമ്പ് ക്ലേശങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊന്നും മാറി അനുകൂലമായിട്ടുള്ള അവസ്ഥയുണ്ടാവും. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഉഴലി നിന്നവർക്ക് അതിൽ നിന്നും തീർച്ചയായിട്ടും മോചനം ഉണ്ടാവും. കുടുംബത്തിൽ സ്വസ്ഥത കൈവരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ തൊഴിലിലേക്ക് ഇറങ്ങുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യത തെളിയും. സ്വന്തം തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവർക്ക് അതിന് ധനപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. പഠന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും മികവ് പുലർത്തുന്ന സമയമാണ്. പുതിയ ഗ്രഹങ്ങൾ വയ്ക്കാൻ തുടങ്ങുന്നവർക്കോ, പുതിയതായിട്ട് വാങ്ങിക്കാൻ തുടങ്ങുന്നവർക്കോ, പുതിയ വാഹനം വാങ്ങിക്കാൻ തുടങ്ങുന്നവർക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. അതിലേക്ക് ഇറങ്ങിത്തിരിക്കാം. രോഗാവസ്ഥ ഉണ്ടാകും, അതൊന്നും ശ്രദ്ധിക്കണം. ഇതൊക്കെ പറഞ്ഞാലും ശരീരത്തിന് ക്ലേശം ഉണ്ടാകും, മനസ്സിനും സ്വസ്ഥത കുറയും, ഭാഗ്യം അനുകൂലവുമല്ല. ഇവയൊക്കെ കിട്ടിയാലും ഭാഗ്യസ്ഥിതിക്ക് കുറച്ച് പ്രശ്നമുണ്ട്, മനസ്വസ്ഥതയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് ചിത്ര നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണമെന്നർത്ഥം. അടുത്തതായിട്ട് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്കും വിവാഹത്തിന് താല്പര്യമെടുത്ത് മുന്നോട്ട് പോകുന്നവർക്ക് അതിലേക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ബന്ധങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുള്ള സമയമാണ്. ഇതുകൂടാതെ ഗ്രഹത്തിലെ സ്വന്തം വീട്ടിലെ അന്തരീക്ഷങ്ങളൊക്കെ അനുകൂല സ്ഥിതിയിലാവും, ഗുണകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് മാറും. ധനപരമായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകും. ഭാഗ്യസ്ഥിതി അനുകൂലമല്ല. ഇവയൊക്കെ ഉണ്ടായാലും ഭാഗ്യസ്ഥിതി അനുകൂലമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മനക്ലേശം അനുഭവിക്കും. ബാക്കി എല്ലാ സുഖസൗകര്യങ്ങളും ഒക്കെ വർദ്ധിക്കുമെങ്കിലും മനസ്വസ്ഥതയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മാത്രം. പഠനത്തിലും മികവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്ലാനറ്റ് പൊസിഷൻ അനുസരിച്ച് പഠനത്തിലുള്ള മികവും ഉണ്ടാകും. പുതിയ തൊഴിൽ തേടുന്നവർക്ക് അവ കിട്ടാനുള്ള സാധ്യതയുണ്ടാകും. ഇപ്പോൾ ഇരിക്കുന്ന തൊഴിലിൽ നിന്നുള്ള ധനവരവ് കൂടുതൽ പ്രതീക്ഷിക്കുന്നവർക്ക് അതിലേക്കും ഒക്കെ കടക്കാനുള്ള സാധ്യത ഉണ്ടാകും. എന്നാലും മനസ്വസ്ഥതയുടെ കാര്യത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലുമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ചോതി. വിശാഖ നക്ഷത്രക്കാർ ഇതുവരെ കുടുംബപരമായിട്ടുള്ള കുറച്ച് ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നുള്ള മോചനം ഉണ്ടാവും. കുടുംബജീവിതം സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അടുത്ത് വരുന്നത്. കൂടാതെ ധനപരമായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്നും മോചനവും ഉണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തൊഴിലിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പഠന കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സമയമാണ്. വാഹനം, ഗൃഹം ഇവയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹ കാര്യങ്ങൾക്ക്
ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള മറുപടിയൊക്കെ ഇതിൽ പ്രതീക്ഷിക്കുന്ന സമയം തന്നെയാണ് വിശാഖം നക്ഷത്രക്കാർ. പക്ഷേ രോഗാദി കാര്യങ്ങൾക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അനുകൂലമായിട്ടുള്ള സ്ഥിതിയല്ല, രോഗങ്ങൾ കൊണ്ട് വലയുന്നൊരു സ്ഥിതിയാണ്. ശരിയായിട്ടുള്ള ചികിത്സ കിട്ടാനുള്ള സാധ്യതയും വളരെ കുറഞ്ഞു വരും. കൂടാതെ മനസ്വസ്ഥതയ്ക്കും ഇവയൊക്കെ കിട്ടിയാലും മനസ്വസ്ഥതയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഭാഗ്യസ്ഥാനവും അനുകൂലമായിട്ടുള്ള അവസ്ഥയിലല്ല. അവയും കൂടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂല സ്ഥിതി തന്നെയാണ്. തൊഴിൽ അന്വേഷകർക്ക് അനുകൂല സ്ഥിതിയാണ്. തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂല സ്ഥിതിയുണ്ട്. ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. വാഹനങ്ങളോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നടപ്പിലാവും. ഗൃഹനിർമ്മാണം നടക്കുന്നവർക്ക് അതിൻ്റെ പുരോഗതി ഉണ്ടാവും. പുതിയ ഗൃഹം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവ കണ്ടെത്തും, വാങ്ങും. ഇവയ്ക്കുള്ള സാധ്യത അനിഴം നക്ഷത്രക്കാർക്കുണ്ട്. ഭാഗ്യസ്ഥിതി, അതായത് മനസ്വസ്ഥത എന്ന് പറയുന്നതും ഭാഗ്യസ്ഥിതിയും അനുകൂല അവസ്ഥയിലുണ്ട്. രോഗങ്ങൾ കുറച്ച് അലട്ടാനുള്ള സാധ്യതയുണ്ട്. അവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നത് നന്നായിരിക്കും. അനിഴം നക്ഷത്രക്കാർക്ക് രോഗങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വളരെ വേണം. ഇത് കൂടാണ്ട് വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷവും ഉണ്ടാകും. കുടുംബജീവിതത്തിൽ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ, നേരത്തെ മനസ്വസ്ഥതയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്വസ്ഥതക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനം വരവ് പോലെ തന്നെ ചിലവഴിക്കാനുള്ള സാധ്യതയുണ്ടാവും. വരവിനേക്കാൾ ഏറെ ചിലവഴിക്കാനുള്ള സാധ്യതയുണ്ടാവും. ധനപരമായിട്ടുള്ള ക്ലേശങ്ങളുണ്ടാവും എന്നർത്ഥം. പഠനകാര്യങ്ങൾ തീർച്ചയായിട്ടും പഠനകാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവമായിട്ടുള്ള പഠനം, അതായത് ഇരട്ടി സമയം എടുത്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. കാരണം അത് അവരുടെ കുഴപ്പമില്ല. ഇവർക്ക് പഠനകാര്യത്തിന് അനുകൂലമാവേണ്ട ഗ്രഹം അനുകൂല സ്ഥിതിയിലല്ല പൂർണ്ണമായിട്ടും. അങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കാനുള്ള സാധ്യത അനിഴം നക്ഷത്രക്കാർക്ക് ഉണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർക്കിൽ പുതിയ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് മെയിൻ്റെനൻസ് ചെയ്യുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയും. വാഹനങ്ങൾ വാങ്ങിക്കാനോ അതിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കോ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടാകും. മനസ്വസ്ഥത കുറച്ചുണ്ടാവും. ഭാഗ്യസ്ഥാനവും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം തന്നെയാണ്. വിവാഹ കാര്യങ്ങൾക്ക് താല്പര്യപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് നല്ല ആലോചനകളൊക്കെ വന്ന് ഉറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പഠനകാര്യങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും പഠനത്തിന് അനുകൂലമാവേണ്ട ഗ്രഹവും അതുകൂടാണ്ട് ഓർമ്മശക്തി നിലനിർത്താനുള്ള അവസ്ഥയും കുറച്ച് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോകണം. രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള ഇടയുണ്ടാകും. കുടുംബജീവിതത്തിന് അല്പസ്വല്പം സ്വസ്ഥതക്കുറവും ധനപരമായിട്ടുള്ള കുറച്ച് ക്ലേശങ്ങളും ധനം വളരെയധികം ചെലവഴിക്കേണ്ട അവസ്ഥയും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് മൂലം നക്ഷത്രം. മൂലം നക്ഷത്രം സ്വസ്ഥതക്കുറവായിട്ടുള്ള കുടുംബജീവിതം ഉണ്ടായവർക്ക് ഉണ്ടായിരുന്നവർക്ക് അതിനുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങേണ്ട സമയമായി. ധനപരമായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ധനം വന്നു ചേരാനുള്ള സാധ്യത ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പഠനകാര്യങ്ങൾക്ക് മികവ് പുലർത്തുന്ന സമയമാണ് മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും മികവുണ്ടാവും.
പക്ഷേ ബാക്കിയുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ടുള്ള സമയമല്ല. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല. കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള വരികയും തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമോ അല്ല. കൂടാതെ പുതിയ വീടോ വാഹനമോ ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും അനുകൂലമായിട്ടുള്ള സമയമല്ല. ഇഷ്ടപ്പെടാനുള്ള സാധ്യതയോ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമോ ഉണ്ടാവാൻ വളരെ കുറവായിട്ടുള്ള സമയമാണ്. ഇതുകൂടാതെ ഭാഗ്യാവസ്ഥയ്ക്ക് അല്പസ്വല്പം മന്ദത, മങ്ങൽ ഒക്കെ വന്ന് ചേർന്നിട്ടുള്ള സമയമാണ്. രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾക്കൊക്കെ നോക്കുന്നവർക്ക് അത് ഒത്തിണങ്ങി വരാനുള്ള സാധ്യതയും വളരെ അനുകൂലമായിട്ടുള്ള അല്ല. സാധ്യത വളരെ മങ്ങലാണ്. വിവാഹ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവേണ്ട കാലഘട്ടമാണ് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അടുത്തതായിട്ട് പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗങ്ങളുടെ ആധിക്യം വളരെ കൂടി നിൽക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കുക. ഭാഗ്യാവസ്ഥ പൂർണ്ണമായിട്ടും അനുകൂലമല്ല. പഠിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം അവർക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ പറ്റും. അതുവഴിയുള്ള ഉന്നതിയിലേക്ക് നയിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമൊന്നുമല്ല. കുടുംബജീവിതത്തിൽ കുറച്ച് സ്വസ്ഥതയൊക്കെ ഉണ്ടാവും, ധനം വരവുണ്ടാവും. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. വാഹനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരൊന്നും ഇപ്പോൾ അതിലേക്ക് ശ്രമം നടത്താതിരിക്കുന്നതായിരിക്കും ഉചിതം. അത്ര അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻ അല്ല. ഭാഗ്യാവസ്ഥ കുറച്ച് മോശം തന്നെയാണ്. രോഗകാര്യങ്ങളൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പൂരാടം നക്ഷത്രക്കാർ. അടുത്തതായിട്ട് ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ വന്നു ചേരും, സ്വസ്ഥത വന്നു ചേരും. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഒഴിഞ്ഞു നിൽക്കും, അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവും. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ച് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. തൊഴിൽ ഉന്നതി കിട്ടുന്ന സമയം കൂടിയാണ്. പഠനകാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും മികവുണ്ടാവുന്ന സമയമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക്. അതുകൂടാതെ വെളിരാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും. ഭാഗ്യാവസ്ഥയ്ക്ക് കുറച്ച് മംഗലമുള്ള സമയമാണ് ഉത്രാട നക്ഷത്രക്കാർ. അപ്പോൾ അതൊന്ന് വളരെ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കിട്ടും, സാധ്യമാവും. ഗൃഹം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യമാവും. വിവാഹ കാര്യങ്ങളിലേക്ക് താല്പര്യപ്പെട്ടിരിക്കുന്നവർക്ക് വിവാഹത്തിനുള്ള സാഹചര്യങ്ങൾ തെളിയും, അല്ലെങ്കിൽ നല്ല ആലോചനകൾ വന്ന് ഉറയ്ക്കും. രോഗാദി കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള ഇടയുള്ള സമയമാണ്. അതായത് മനസ്വസ്ഥത കുറച്ച് കുറയുമെന്നർത്ഥം. രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും വന്നു ചേരും എന്ന് അർത്ഥം. അടുത്തതായിട്ട് തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചും തീർച്ചയായിട്ടും കുടുംബജീവിത സ്വസ്ഥതയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് കൂടുതൽ ധനാഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും. മനക്ലേശം വന്ന് ചേരും. രോഗകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ തിരുവോണം നക്ഷത്രക്കാർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ ഭാഗ്യാവസ്ഥയും തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമല്ല. പഠനകാര്യങ്ങൾ തീർച്ചയായിട്ടും മികവ് പുലർത്താനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം. ചിലവ് വളരെ കൂടുതലായിരിക്കും. വാഹനവും വാങ്ങിക്കുകയോ ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നോ പുതിയ ഗൃഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിലൊക്കെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾക്ക് താല്പര്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും വിവാഹ കാര്യങ്ങൾ നല്ല ആലോചനകൾ വന്ന് ഉറയ്ക്കാനുള്ള സമയം ആണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ. തീർച്ചയായിട്ടും ഭാഗ്യാവസ്ഥയും രോഗങ്ങളുടെ കാര്യമൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇവർ മുന്നോട്ട് പോയാൽ മതി.
അടുത്തതായിട്ട് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മനസ്വസ്ഥത പകുതി പ്രതീക്ഷിച്ചാൽ മതി. കാരണം കുടുംബത്തിലുള്ള സ്വസ്ഥത കുറയും, ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൂടാണ്ട് തൊഴിൽപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പുതിയ തൊഴിൽ അന്വേഷകർക്ക് അതിനുള്ള സാധ്യതകൾ മങ്ങി നിൽക്കുന്ന സമയമാണ്. പഠനകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമല്ല. ആവർത്തിച്ച് തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. എന്നാലേ മനസ്സിലേക്ക് അത് കയറത്തുള്ളൂ. അത് ഈ കുട്ടികളുടെ അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികളുടെ കുഴപ്പമല്ല. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഗ്രഹനിലകളുടെ സ്ഥിതികൾ അങ്ങനെയാണ്, അതുകൊണ്ട് വരുന്നതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നർത്ഥം. മറ്റ് പ്രധാനപ്പെട്ട കാര്യം രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഈ രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുള്ള പല വിധത്തിലുള്ള ക്ലേശങ്ങൾ ഇതിനിടയ്ക്ക് അനുഭവിച്ച് തീർക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അനുകൂലമായിട്ടുള്ള ഒരു വിവാഹ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് നല്ല ആലോചനകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും ഉണ്ടാകും. വാഹനം വാങ്ങിക്കുന്നവർക്ക് ഒക്കെ ആ കാര്യങ്ങൾക്ക് അനുകൂലം, ഗൃഹനിർമ്മാണത്തിന് അനുകൂലം. ഇതാണ് അവിട്ടം നക്ഷത്രക്കാരുടെ മാസഫലം. അടുത്തതായിട്ട് ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയതായിട്ട് ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് അതിലേക്ക് ഇറങ്ങാം. വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിലേക്ക് ഇറങ്ങാം. കാരണം ചിലവ് കൂടിയ സമയമാണ്. ആ ചിലവ് ഇങ്ങനെയെങ്കിലും വിനിയോഗിച്ച് പോട്ടെ. പല കാര്യങ്ങൾക്കും മനസ്വസ്ഥത പകുതി പ്രതീക്ഷിച്ചാൽ മതി. വിവാഹ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളുണ്ടാവും. നല്ല ആലോചനകളൊക്കെ വന്ന് ഉറയ്ക്കാനുള്ള സാധ്യത ഉണ്ടാവും. അവരുടെ ജാതകത്തിൻ്റെ അവസ്ഥയും കൂടി പരിഗണിച്ച് മുന്നോട്ട് പോവാം. പക്ഷേ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പഠന കാര്യങ്ങൾക്ക് മികവ് പുലർത്താനുള്ള സാധ്യത കുറച്ച് കുറവാണ് ചതയം നക്ഷത്രക്കാർക്ക്. അതൊന്ന് ശ്രദ്ധിക്കണം, വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയുള്ള കുട്ടികളെ, വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ച് കുറച്ച് ദുഃഖകരമായിട്ടുള്ള അവസ്ഥയുള്ള സമയമാണത്. തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ ഹാർഡ് വർക്ക് ചെയ്യുകയും അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടാൻ സാധ്യത കുറയുകയും അല്ലെങ്കിൽ ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കും. ധനപരമായിട്ടുള്ള വരവിന് തീർച്ചയായിട്ടും പരിധികൾ നിശ്ചയിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അതിൽ കുറവുകൾ വരികയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചതയം നക്ഷത്രക്കാർ ഈശ്വരാധീനം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട സമയം കൂടിയാണിതെന്നർത്ഥം. ഈ നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്ന മേന്മകൾ ഉൾക്കൊണ്ട് ആ മേന്മകൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് എടുത്തുചാട്ടങ്ങൾക്കൊന്നും പോവാതെ വളരെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള സമയമാണ്. അടുത്തതായിട്ട് പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള വരവുണ്ടാവും, അതോടൊപ്പം ചിലവുണ്ടാവും. തത്തുല്യമായിട്ടോ അതിൽ കൂടുതലും. രോഗം അനുകൂലമായിട്ടുള്ള അവസ്ഥയല്ല. രോഗങ്ങൾ കൊണ്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണെന്ന് അർത്ഥം. അന്വേഷകരെ സംബന്ധിച്ച് മനസ്സിന് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമല്ല, പക്ഷേ തൊഴിൽ കിട്ടും. അതായത് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള തൊഴിലേക്ക് വ്യാപൃതനാവാനുള്ള സാധ്യത വരും. അല്ലെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്കൊരു തൊഴിലൊക്കെ സംഘടിപ്പിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നവർ കുറച്ച് താഴോട്ട് വരും. അങ്ങനെ വന്നാലും അതിൽ തെറ്റില്ല, അവരെ ഒന്നും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് വിടേണ്ടി വരും. തീരെ താഴെ ലെവലിലേക്ക് വരില്ല. താനും അത് 50% വന്ന് ചേരുമെന്നർത്ഥം. അവർ ശ്രദ്ധിക്കണം. രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്.
പുതുതായിട്ട് ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെടാൻ പോകുന്നവരോ വാഹനം വാങ്ങിക്കാൻ ഏർപ്പെടാൻ പോകുന്നവരോ വളരെ ആലോചിച്ചും കണ്ടും അവരുടെ ജാതകത്തിൻ്റെ അവസ്ഥയൊക്കെ നോക്കി തന്നെ ചെയ്താൽ മതി. കാരണം പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള സമയമല്ല. വിവാഹ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നവർക്കും പൂർണ്ണമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സമയമല്ല. അവരും ഇപ്പം നല്ല തൃപ്തികരമായിട്ടുള്ള ആലോചനകളിൽ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ഭാഗ്യസ്ഥാനം അനുകൂലമല്ല എന്നർത്ഥം. തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങൾ പൂരിട്ടാതി നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അടുത്തതായിട്ട് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വിവാഹ കാര്യങ്ങളിലേക്ക് ഉടനെ ഇറങ്ങേണ്ട കാര്യമില്ല. കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നവർക്ക് അതിൽ നിന്ന് കുറച്ച് മാറി നല്ല സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ധനം വരവും അതിനുള്ള ചിലവും ഈക്വലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ പകുതി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട വകയുള്ള സമയമൊന്നുമല്ല ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പഠന കാര്യങ്ങൾക്ക് മികവ് പുലർത്താനുള്ള സാധ്യതകൾ മങ്ങി നിൽക്കുന്ന സമയമാണ്. അതിലൊന്ന് നല്ലപോലെ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ, ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ മെയിൻ്റനൻസിന് ഇറങ്ങുന്നവർക്ക് അധിക ചിലവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒന്ന് ഗ്രഹനിർമ്മാണത്തിലിരിക്കുന്നവർക്ക് സ്റ്റക്കായി പോയാലും അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ്. അതിൽ പൂർത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാർ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ മതി. ഇതിൽ നക്ഷത്രത്തിലെ അവസാന നക്ഷത്രമായ രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. എക്സാം സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയമാണ്. അവർക്ക് വേണ്ട പ്രോത്സാഹനമൊക്കെ കൊടുക്കണം. അത് അവരുടെ കുറ്റമല്ല, ഗ്രഹത്തിൻ്റെ അവസ്ഥകൾ കൊണ്ട് അവർക്കുണ്ടാകുന്ന സംഭവിക്കുന്ന സ്ഥിതി വിശേഷങ്ങളാണ് അർത്ഥം. തൊഴിൽപരമായിട്ടുള്ള മേന്മ പകുതി പ്രതീക്ഷിച്ചാൽ മതി. വളരെയധികം മേന്മയൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ട സമയമല്ല. തീർച്ചയായിട്ടും പുതിയ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ച് അവർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തൊഴിലുകൾ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിലുകൾ കിട്ടാനുള്ള, മനതൃപ്തിക്കനുസരിച്ചുള്ള തൊഴിലുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കിട്ടിയ തൊഴിലുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. പിന്നെ കുറച്ച് പ്ലാനറ്റ് പൊസിഷനൊക്കെ മാറി വരുമ്പം മറ്റൊന്നിലേക്ക് മാറി കിടക്കേണ്ടതായിട്ടും വരും. കുടുംബജീവിതത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക്, സ്വസ്ഥത കുറവുണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് നേരിയ ആശ്വാസമൊക്കെ ഉണ്ടാവും. ധനം വരവിൻ്റെ കാര്യത്തിൽ നേരിയ ആശ്വാസം, ഇത് രണ്ടും പ്രതീക്ഷിച്ചാൽ മതി. രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, വിവാഹ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, ഉദ്ദേശിച്ച രീതിയിൽ ഫലം കിട്ടാനുള്ള സാധ്യത വളരെ കുറവുള്ള സമയം. ഭാഗ്യസ്ഥിതി പൂർണ്ണമായിട്ടും അനുകൂലമല്ലാത്ത സമയം. രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും രേവതി നക്ഷത്രക്കാരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സമയമാണെന്നാണ്. തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഈശ്വര ഭജനത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗങ്ങൾക്കാണോ മോശാവസ്ഥ പറഞ്ഞത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾക്കാണോ ഇടിവ് സംഭവിക്കുമെന്ന് പറഞ്ഞത്, അവയൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. എന്തായാലും ഉത്സവങ്ങളുടെ കാലഘട്ടം കൂടിയാണിപ്പോൾ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ കൽപ്പിക്കുമാറാവട്ടെ, തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.